നമ്മൾ എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. യുഎസിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ തകർത്തതിനെ തുടർന്ന് യുഎസ് വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. രണ്ടാം ദിവസം യുഎസ് ഇറാന്റെ പല സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി യുഎസും ഇറാനും യുഎസിന്റെ സൈനിക താവളം ലക്ഷ്യമാക്കി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും നടത്തിയതായിട്ട് അവകാശപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനിടെ ഈ ഹോർമുസ് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ക്ലോസ് ചെയ്തതായിട്ട് ഇറാൻ പ്രഖ്യാപിച്ചു. അപ്പോൾ അതേ തുടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില $95 മുകളിലെത്തി. ഖത്തർ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിൻ്റെ സംഘർഷത്തിന് യാതൊരു പരിഹാരവുമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ദിവസം രാവിലെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതേ തുടർന്ന് US മാർക്കറ്റ് സീവിയർ സെല്ലിംഗ് പ്രഷറാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഡോയും നാസ്ഡാക്കും എല്ലാം തന്നെ ഇടിഞ്ഞ് പപ്പട പരുവമായ രീതിയിലാണ് ഉള്ളത്. പക്ഷേ അവർ ഓൾ ടൈം ഹൈ ആയിരുന്നു. നമ്മുടെ മാർക്കറ്റ് പോലെയല്ല. നമ്മുടെ മാർക്കറ്റ് ഓൾറെഡി തന്നെ ഒരു ഇടിവിലാണ് ഉള്ളത്. അപ്പോൾ ഈ നിഫ്റ്റി വീണ്ടും താഴേക്കൊന്ന് ഇടിഞ്ഞു. പക്ഷേ US മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഇടിവിന് വലിയ ഒരു ശക്തി ഉണ്ടായിരുന്നു. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ US വിക്സ് 10% സ്പൈക്ക് ചെയ്തു. നാസ്ഡാക്ക് 500 പോയിൻ്റ് അഥവാ 2% അടുത്തും ഡോ ഓൾമോസ്റ്റ് 1000 പോയിൻ്റ് അഥവാ 2% അടുത്തും ഫോൾ രേഖപ്പെടുത്തി. ഇപ്പോൾ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് 400 പോയിൻ്റ്, കൊറിയൻ മാർക്കറ്റ് 0.5%, ഓസ്ട്രേലിയ 0.5%, നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും ഇപ്പോൾ ഫ്ലാറ്റ്. ഗിഫ്റ്റ് നിഫ്റ്റി 22,236 ആയിരുന്നു നമ്മുടെ ക്ലോസിങ്. 23,169 നമ്മളുടെ എക്സ്പെക്റ്റഡ് ഓപ്പൺ. നാച്ചുറൽ ഗ്യാസ് സ്പൈക്ക് ചെയ്തു, ബ്രന്റ് ഓയിൽ സ്പൈക്ക് ചെയ്തു, ഗോൾഡ് 4000-ലേക്ക് ഇടിവ് രേഖപ്പെടുത്തി ഏറ്റവും ടോപ്പിൽ കാണാം. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഇൻഫോസിസും വിപ്രോയെല്ലാം തന്നെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ. പിന്നീട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഈ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ്സുകൾ അനുസരിച്ച് പഴയ ഏകദേശം ഒരു 3-4 മാസം മുമ്പൊക്കെ എങ്ങനെയായിരുന്നു ഓരോ സമയത്തും മാർക്കറ്റ് യുദ്ധത്തിൻ്റെ ഓരോ ന്യൂസുകൾ വന്നതിന് അനുസരിച്ച് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ US പണ്ടത്തെ പോലെ വലിയൊരു ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഓൾറെഡി തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല, ഇസ്രായേലിനെ വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് US-ൻ്റെ സെൽഫ് ഡിഫെൻസ് എന്നുള്ള രീതിയിലാണ് US ഇതിന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വ്യാപകമായ രീതിയിലുള്ള ആക്രമണം മേ ബി സാധ്യത ഉണ്ടാവില്ല. പക്ഷേ ഇറാനെ ഇനി അനുയോജിപ്പിച്ച് ഹോർമുസ് തുറക്കുക എന്നുള്ളതാണ് അടുത്ത വലിയൊരു പ്രശ്നം. കാരണം അത് അടച്ചതായിട്ട് ഇറാൻ പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അത് തുറക്കാനായിട്ടുള്ള ഒരു മധ്യസ്ഥ ചർച്ചകൾ അത് ബലം പ്രയോഗിച്ചാണോ അതോ നയപരമായിട്ടാണോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച്, മാർക്കറ്റിനെ സംബന്ധിച്ച് അതൊരു മാറ്റർ ആവുന്നത്. എനിവേ ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഡിമാറ്റ് അക്കൗണ്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്, ഇൻട്രാഡേ ഇതെല്ലാം തന്നെ ചെയ്യാനായിട്ട് ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സ്റ്റോക്കിൻ്റെ വാർത്തകളിലേക്ക് പോകാം. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളുള്ള കാരണം നമുക്ക് എന്താണെന്ന് അറിയില്ല. ലെൻസ്കാർട്ട് പ്ലാറ്റിനം ജാസ്മിൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ലെൻസ്കാർട്ടിൻ്റെ 2.3% സ്റ്റേക്ക് വിട്ടുമാറുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. പവർ ഗ്രിഡ് 485 കോടി രൂപ ഇവരുടെ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സി എൻ്റർടൈൻമെൻറ്റ് കമ്പനി അവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. 2300 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ്. ക്രിസ്റ്റൽ ഇൻറ്റിഗ്രേറ്റഡ് കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർക്ക് ഒരു 24 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന്. വാസ്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി 347 കോടി രൂപയുടെ ഓർഡർ സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. IOL കെമിക്കൽ കമ്പനിയുടെ പ്ലാന്റിൽ ഒരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായതായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടൈം ടെക്നോപ്ലാസ്റ്റ് കമ്പനി ഇവർ സൈസ്റ്റോവേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, ഒരു പൈപ്പ് ലൈൻ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവരുടെ 76% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. ബയോക്കോണിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർ സോളാർ പവർ ബിസിനസ്സിലേക്ക് കമ്പനി
കുറച്ച് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. കമ്പനി ഏകദേശം 6 ലാഖിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി, 6 ക്രോർസിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഹെഡ്ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എനിവേ വൈകിട്ട് കാണാം. താങ്ക് യു.